അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ ഉള്ള ദിവസമാണ്. അപ്പോൾ അമ്മു ഒക്കെ ഉണ്ട് അകത്ത്. വീഡിയോ ഒന്നും ഇതുവരെ എടുക്കാൻ പറ്റിയില്ല. പോയിട്ട് വന്ന് വൈകിട്ടത്തെ എന്തെങ്കിലും കുറച്ച് ഭാഗങ്ങൾ വീഡിയോ എടുക്കാമെന്ന് കരുതുന്നു. ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ദേ നമ്മുടെ അമ്മു കുഞ്ഞാവ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങൾ എൻ്റെ ഫേമസ് ആയ ഹിറ്റ് കപ്പ ബിരിയാണി കുഞ്ഞാവ എനിക്ക് ഉണ്ടാക്കി തരും, ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും, ഞങ്ങളത് കഴിക്കും. പ്രധാന കുക്ക് ഞാൻ. കുക്ക് എപ്പോഴത്തെ പോലെ വാച്ചക്കോടി മാത്രം. അതെ, കുക്ക് ഞങ്ങൾക്ക് കപ്പയും ബീഫൊക്കെ പോയി വാങ്ങി വന്നു. ഇനി അത് ഉണ്ടാക്കി തരും അല്ല കുഞ്ഞാ? അല്ലെങ്കിൽ ഇപ്പൊ ഭാര്യനോടെ സ്നേഹമുള്ളൂ കുഞ്ഞാവ്, പെങ്ങളൊന്നും വേണ്ട. ആയിക്കോട്ടെ, ശരിയാണ്. അതെ അതെ. എന്താ മുങ്ങുന്ന എന്തിനാ? നീ എന്തെങ്കിലും വിശേഷം പറഞ്ഞേ. നിന്നെ പറ്റി തിരക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ വിശേഷം കാല് പോയി ഗൈസ്. ഒന്ന് ജിമ്മിൽ പോയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ ഒരാഴ്ചയായിട്ട് മുട്ടനങ്ങുന്നില്ല, വയ്യായികയാണ്. നാളെ ഇവരുടെ കൂടെ ആസ്ട്രോബിംസിലൊക്കെ പോയി ഒന്ന് കാണിച്ചിട്ട് വരാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. പിന്നെ എന്റെ നാത്തൂൻ വന്നു. ഇനി എന്റെ നാത്തൂൻ നോക്കൂ എന്നെ. എന്റെ ഗൃഹമൊക്കെ വൃത്തിയാക്കി ഞാനൊന്ന് പോയി വരുമ്പോഴത്തേക്ക് കുടുംബിനിയായി കുട്ടി. ഇന്ന് എനിക്ക് ആദ്യത്തെ ഇഞ്ചക്ഷനും കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചില്ല. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വേദന ഇല്ലായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ പേടിയായതുകൊണ്ട് ഡോക്ടർ അപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റർ പറഞ്ഞു പേടിക്കേണ്ട, വേദനിക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേദനയല്ല പ്രശ്നം, പേടിയാണ്. വേദനിക്കുമെന്നുള്ളൊരു തോന്നൽ. ഞാൻ വെറുതെ ലിപ്സ്റ്റിക് ഇട്ടതാ. എനിക്കും കൂടി ഇട്ടത്, പക്ഷെ ഞാൻ പുറത്തുപോയി വന്നതായിരുന്നു. എനിക്ക് ചേരുന്നുണ്ട്. ഞാൻ അമ്മൂന് ഇവിടെ കിടന്ന് അമ്മൂനെ പിടിച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ടു. ബാക്കിയൊക്കെ അവിടെ എവിടെയൊക്കെയാണ്. അപ്പോൾ അമ്മൂന്റെ ഹോം ടൂർ വേണേ നമുക്ക് ഒന്നുകൂടെ. അയ്യോ വേണ്ട, ഞാൻ ഒന്നുകൂടെ ഹോം ടൂർ ചെയ്യാന്ന്. ആവശ്യമില്ലാന്ന് ഒരു കണ്ടന്റ് ആയില്ലേ? അമ്മ വേറൊക്കെ എന്തൊക്കെയോ പുതിയ കുറെ ആമസോൺ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പറഞ്ഞു ഹോം ടൂർ ഒന്നും വേണ്ട. വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതെല്ലാം ഞാൻ അലക്കി വീണ്ടും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഞാൻ അതെന്റെ രാജസ്ഥാൻ ഇത് ഞാൻ രാജസ്ഥാനിൽ പോയപ്പോ വാങ്ങിച്ചതാ. ഇത് രണ്ടും പക്ഷെ ഓൺലൈനിൽ വാങ്ങിയത്. പോയപ്പോ അമ്മ ഇങ്ങോട്ടോക്ക്. ഒയ്യോ ഉയിന്ന് അങ്ങനെയൊന്നുമല്ല അമ്മ. ഇങ്ങൊക്കെ തുറന്നു നോക്ക്. ദീപ്തി ചേച്ചിന്റെ ഏറ്റവും വലിയ ഇതാ എന്താന്ന് സബ്സ്ക്രൈബർ എന്നല്ല, ഇരുന്ന് കാണും എല്ലാ വീഡിയോ. ഞാൻ എനിക്ക് ഈ ഒച്ച പിന്നെയും കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ല അപ്പൊ ബാക്കിയെല്ലാം കാണും. അപ്പൊ ഞാൻ ഇടയ്ക്ക് രഞ്ജിനി ഹരിദാസിന് ഇന്റർവ്യൂ ഒക്കെ വെച്ച് കൊടുക്കും, മാറ്റി കണ്ടോട്ടെ എന്ന് വെച്ചിട്ട്. അമ്മ ദീപ്തിന്റെ മതി. ഞാൻ പറഞ്ഞു ഇത് കേട്ട് എനിക്ക് മടുത്തു. നിങ്ങൾക്ക് ചിലപ്പോ വ്യൂ ഒക്കെ കണ്ട വീഡിയോ ഒക്കെ കണ്ടമ്മ ചിലപ്പോ വ്യൂ ഒക്കെ കണ്ടോട്ടെ. ഇപ്പൊ അടുത്തുള്ള ഈ അടുത്തുള്ള കണ്ടില്ല, 2-3 ദിവസത്തെ കണ്ടില്ല. അതിന് മുമ്പത്തെ കുട്ടിയുടേത് ഞാൻ പറഞ്ഞപ്പോഴേ അമ്മ ഇരുന്ന് കണ്ടെന്ന് തോന്നുന്നല്ലേ. ഞാൻ ഏതുവരെ കണ്ടെന്നറിയാം. പച്ചക്കറി വയനാട്ടില് അണ്ടി വറുക്കുന്നത്, കശുവണ്ടി വയനാട്ടില്. ബാക്കിയുണ്ട് ഇരുന്ന് കാണാൻ വേണ്ടിട്ട്. എന്റെ കുട്ടിയുടെ ബീഫൊക്കെ കഴുകുന്നു. എന്റെ ചെക്കന്റെ ജീവിതം എന്തായോ എന്തോ. പ്രതികരിക്കും ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ ഇതുപോലെ ദിവസവും ചെയ്യിപ്പിക്കാറില്ല. ഇവര് സഹോദരന്മാർ തമ്മിൽ എന്തോ ചർച്ചയുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് കഴിച്ച് കഴിയുമ്പോൾ അറിയാം. രണ്ടെല്ലാം ഒരുമിച്ചൊന്നും ഇരിക്കട്ടല്ലേ. ഇത് എത്ര കിലോ ഉള്ള ഉരുളിക്കൊള്ളുവോ ഇത്? അതെനിക്കറിഞ്ഞൂടാ. പുതിയ എന്തോ ഒന്നും മേടിച്ചല്ലോ നമ്മള്. ഉരുളിക്കൊള്ളുവോ? ബാക്കി കഴിക്കാം. അല്ല വീഡിയോ എടുക്കാനല്ല തിന്നേ. അച്ഛനാണെങ്കിൽ ഉണ്ണി വരുവോ? എന്നാ അങ്ങനെ പറയാം. പിന്നെ ഇല്ല കുഞ്ഞ നാളൊരു ഹെൽപ്പ് ചെയ്തായിരുന്നു. കുട്ടിയെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോകണം, ടൈനി മോളെ കുളിപ്പിച്ച്. പക്ഷെ ഓള് ഇച്ചിരി ഒന്ന് പറഞ്ഞേ ഞാനൊന്ന് വീണ ദിവസം ഞാനൊന്ന് വീണ ദിവസം ഓള് പക്ഷെ മഴയൊക്കെ നനഞ്ഞ ആകെ മൊത്തത്തിൽ വൃത്തിയുടെ. കുളിപ്പിക്കേണ്ടത് റോംസാൻ ടാക്സിൽ തന്നെ ഇവിടെ ഉണ്ട്, പൂനന്തൈ അല്ല പത്തടിപ്പാലത്ത്. ഒരു ദിവസം കഴിഞ്ഞ് സമാധാനം പാവന്റെ മോനിട്ടൊക്കെ പണിയെടുപ്പിച്ചു. ജാനു കോക്കോ ചിറ്റുനെ കിട്ടി.
ചിന്നു അബദ്ധത്തിൽ പെട്ടുപോയി. ചിന്നു ഓർത്തോർത്ത് സങ്കടപ്പെടുമായിരുന്നു, കുളിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. പാറു ഇന്ന് ഞാൻ റോംസ് ആൻഡ് റാക്സിൽ പോയിട്ട് ഫുഡ് മേടിക്കാൻ പോയി. അപ്പോൾ ഒരു നമ്മളെ പാത്തുവിന്റെ ഒരു ജഡായു പോലത്തെ ഒരു സാധനം, പാത്തുവിന്റെ ഒരു ഡബിൾ വലിപ്പമുള്ളത്. കണ്ടിട്ട് കുറച്ചായില്ല. സഹല സഹല നന്നായി. ഇവിടുന്ന് ഞങ്ങൾ ഇറക്കി വിടും ചിലപ്പോ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? നീ പിടിക്കുക, ഞാൻ ചെയ്യാന്ന. അവിടുന്ന് ആവുമ്പോ നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ടാ കിട്ടുക, എക്സ്ട്രാ മുറിക്കേണ്ടി വരില്ല. ഇവിടെ ഇൻസ്റ്റാമാർട്ട് കിട്ടുന്ന ബീഫാണെങ്കിൽ രണ്ടാമത് ഞാൻ കട്ട് ചെയ്യേണ്ടി വരും. ബീഫാ അമ്മ ഇപ്പൊ വേണ്ടമ്മ, പിന്നെ കഴിക്കാം. രാവിലെ എഴുന്നേറ്റാ വിശക്കും. രാവിലെയാണ് എനിക്ക് അപ്പുറം. എവിടെയാ ഈ വളയൊക്കെ പോണേ അമ്മായി? അങ്ങനത്തെ വഴിയുണ്ട് ഞാൻ പറഞ്ഞു. ഓ ഇത് ഞാൻ തരാം അമ്മ, കുഴപ്പമില്ല. ഇത് സ്വർണ്ണല്ല. അല്ല ഞാനിന്റെ രണ്ടെണ്ണം ഞങ്ങൾക്ക് അല്ല, ഞങ്ങൾക്കൊക്കെ അങ്ങനെയാന്ന്. ഒരു ദിവസമൊക്കെ ഇടുള്ളൂ. വാങ്ങിയിട്ട് അടിപൊളി വഴി കുറച്ച് കഴിഞ്ഞിട്ട് നാഗവല്ലി പിന്നെ അമ്മാടപ്പെട്ട് തുറന്നാ മതി. മറ്റേ ചുട്ടി അമ്മ മറ്റേ സുലോമേനെ പോലെയാ, ഒരു കൈ നിറയെ വളയാ. സുലോമേനൊന്നും ഇറക്കി വിട്ട ഫാൻസി മറ്റേ ഇതിലാ നസീമത്താത്തന്റെ വീട്ടില്. ആ നീ ഇത് കണ്ടിട്ട് അമ്മ പറയും, നീ എന്ന് അമ്മൂന്റെ അടുത്ത് വന്ന് ഞാൻ ഇടയ്ക്കെല്ലാം പറയും എന്നെ എന്ന് അമ്മൂന്റെ. അത് ഒരു ദിവസം കൂട്ടിയിട്ട് ഇത്രയും ദിവസം നിക്കാൻ സമയമില്ല. ഇന്ന് ഉഷാമയില്ലേ? അതന്നെ, അല്ല ഒരു ദിവസമായിട്ടൊക്കെ വരുമ്പോ കൂട്ടിട്ട് വരാം. പാവം കൊറേ നാളായി ഞങ്ങളൊന്ന് കണ്ടുമുട്ട ഏറ്റുമുട്ടിയിട്ട്. കറിവേപ്പില സ്വപ്നം കാണുന്നുണ്ടാവും പഠിക്കാൻ. അമ്മയെ പറ്റിയാ പറഞ്ഞ. അയ്യോ നിങ്ങളെപ്പോ ചിക്കൻ തിന്നാൻ പോവും? ചിക്കൻ തിന്നാൻ ബീഫ് ആയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ലാവിസ്റ്റേന്റെ അവരുടെ ഒരു വീഡിയോ. അത് നമുക്ക് മറ്റേ KFC പോലെ വേറൊരു സാധനത്തിന്റെ ചിക്കൻ നമ്മൾ കഴിച്ച് നോക്കിയിട്ട് കൊള്ളാമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു വീഡിയോ പോയിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് അതൊക്കെ അല്ല പറ്റുള്ളൂ, കഴിക്കാം. നമ്മുടെ മറ്റു ചില റിലേറ്റീവ്സും കൂടെ ഇവിടെ ഉണ്ട്, പറ്റുവാണെ കാണിച്ചു തരാം, ഇല്ലേ കാണിച്ചു തരൂല കേട്ടോ. ആ ചിക്കൻ കഴിക്കാൻ പോവാമേ, ചിക്കൻ വേണ്ട വേറെ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കാം നമുക്ക്. എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇതിലെന്തെങ്കിലും പെരട്ടി ഇടണോ? സംസാരിക്കും കുഞ്ഞാ, എന്തെങ്കിലും അമ്മ ചോദിക്ക്. എന്തൊക്കെയുണ്ട് എന്റെ മോന്റെ സങ്കടങ്ങള് പറ, അനിയത്തിയോട് തുറന്നു പറ. നീ എന്താന്ന് പോലും അറിയത്തില്ല, വിഷമത്തിന്റെ കളർ വരെ. അവിടെ എന്താ ഇന്നെന്തെങ്കിലും ഡോക്ടർ കൃത്യമായി കാര്യമായി എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് പറഞ്ഞു എന്തോന്നു റെസ്റ്റ് എടുക്കാനും. ഭർത്താവിന്റെ നാത്തുവിന്റെ സ്നേഹം കുറേ കൊള്ളണം, മിക്കവാറും കൊള്ളു. പണിയൊന്നും ചെയ്യരുത്, വേർക്കരുത്, മേലനങ്ങരുത്. നിങ്ങളൊന്ന് ഒതുങ്ങി ഒതുങ്ങിയില്ലേ? 5 കിലോ കുറഞ്ഞു. അതൊരു ആ ഒരു ചീർപ്പ് മാറി കിട്ടി. 5 കിലോ അല്ല ഞാൻ സമ്മതിക്കൂല. അല്ല അത് മാറി, എനിക്ക് അങ്ങനെ തോന്നുന്നു. 5 കിലോ കുറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. ഇടുന്ന കോസ്റ്റ്യൂംസിന് മറ്റേ കേട്ടസി കൊടുത്താൽ നല്ലതാ. വെള്ള നൈറ്റി കണ്ണൂരെ അത് ഞാൻ എടുത്തിട്ട് കൊറേ ആയിട്ട്, എന്നിട്ട് ഞാൻ തീരെ മധുരം വേണ്ടല്ലോ. പക്ഷെ അച്ചു സെലക്ട് മറ്റേ സാധനം ഉണ്ട് കുഞ്ഞാവി ഇന്നലെ മേടിച്ചത്, അത് വേണ സ്റ്റീവിയ. മറ്റേ മധുരം ഇട്ട് കഴിഞ്ഞാല് മധുരം അറിയാത്ത അതേ മീൻസ് മധുരം ഉണ്ടാവും പക്ഷെ ഷുഗർലെസ്, അതായത് ഷുഗർ അല്ല, ഷുഗർ ഫ്രീ പോലത്തെ. ആ അതിന്റെ വേറൊരു സാധനം. ഞങ്ങളത് പരീക്ഷിച്ചിട്ടില്ല, നിന്നെ വേണേ പരീക്ഷിക്കാം. ആ പൊടി പൊടി പോലത്തെ സാധനം ഇന്നലെ നാവിലിട്ടിട്ട് അമ്മ ഞങ്ങള് അവക്കാടോ ജ്യൂസ് അടിക്കുമ്പോൾ അത് ഞങ്ങൾ ഇട്ടില്ല. അത് പഞ്ചസാര കഴിച്ചവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നീ എന്തെങ്കിലും പറഞ്ഞു ഇന്ന് തന്നെ പറയാൻ കുറച്ച് ഞാൻ ഉണ്ടാ സമ്മതിച്ചില്ലെന്ന്. അതെ ഞങ്ങൾ അങ്ങനെ ഇത്രയും പണിയെടുക്കുമ്പോൾ മിണ്ടാറില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. ഞാൻ കണ്ടു, ഞാൻ കണ്ടമ്മേ. ഞാൻ ഈ സ്റ്റൗ വൃത്തിയാക്കും, അമ്മ വൃത്തിയേടാക്കും. ഞാൻ ഈ സ്റ്റൗ വൃത്തിയാക്കും, അമ്മ വൃത്തിയേടാക്കും. അത് തിളച്ചുപോയി. വേണ്ട മതി, ഞാൻ ചെയ്തോളാം. അവൾ ചെയ്യട്ടെ, അവളുടെ ആഗ്രഹമല്ലേ. ഇല്ല അതൊക്കെ മാറി, ക്യാമറ കൈ കിട്ടുമ്പോഴേ ഉള്ളായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാം ശരിയായി. എന്നിട്ട് നിങ്ങൾ വേറെന്തുണ്ട് വിശേഷങ്ങൾ? പട്ടിയുടെ കുരയ്ക്ക് കോപ്പിറൈറ്റ് വരുമോ? എന്റെ മോളെ കുരയ്ക്ക് ബബു ഞാൻ ക്ലെയിം ചെയ്യും. നീ എന്താ ഫുൾ ഒഴിവാക്കിയ മധുരം? ചായക്ക് മാത്രം? പിന്നെ നീ ജിമ്മൊന്നും സ്റ്റാർട്ട് ചെയ്തില്ലേ? അച്ചുണ്ട് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള വല്ല പ്രോട്ടീൻ പൗഡർ ഉണ്ടാകാൻ അവിടെ വന്നിട്ട് കുഞ്ഞാവിന്റെ എല്ലാ സാധനവും
നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു തങ്കച്ചി, ഞാൻ പറഞ്ഞു എന്താ മോനെ നിനക്ക് വേണ്ടേ, എന്തൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അതിനകത്ത് അടുത്ത് എന്റെ നോട്ടം പ്രോട്ടീൻ പൗഡറാണ്, നീ എടുത്തിട്ട് നോക്കോടാ. എന്നെ അത് പക്ഷെ ഒരാൾക്കുള്ളത് ഒരാൾക്ക് കഴിക്കാൻ പറ്റും. എന്നെ ശരിയാക്കും. ഞാനല്ലേ പറയുന്നത്, എല്ലാം അങ്ങനെ എല്ലാം സെയിം തന്നെയാണോ? അവന്റെ പർപ്പസിനനുസരിച്ച് എടുക്കാം. ഈ പറഞ്ഞത് എടുത്തോട്ടെ, കാരണം ഞാനത് വെയിറ്റ് കുറയ്ക്കാൻ കയ്യിൽ നിന്ന് വീണത്. ഒന്ന് കാണിക്കുന്നുണ്ടോ? ഒന്ന് ഞാൻ പരിചയപ്പെടുത്താന്ന്, ഇങ്ങോട്ട് വാന്ന്. ഇത് അനുക്കുട്ടി, നമ്മുടെ വേണ്ടപ്പെട്ട കുട്ടി. അപ്പൊ ഇതാണ് അനുക്കുട്ടി, നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി. അതാണ് അനുക്കുട്ടി. ഇനി വേറെ 2 കുട്ടികളും കൂടെ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ്. ഒന്ന് ഉഷമ്മയുടെ കുട്ടി, പിന്നെ എന്റെ കുട്ടി. അതെ ഉണ്ണിക്കുട്ടി ഇപ്പൊ വരും. യെസ് ഗായ്സ്, കുടിച്ചേ, എന്തേലും കുടിച്ചോ വേണ്ട കുടിക്ക്. സ്പെഷ്യൽ. ഓ ഞാൻ ഒരു കാപ്പി കുടിച്ചതാ. പിന്നെ മോന്റെതാ ഞാൻ വേണ്ടിയാ ആരന്റെ ആയാലും കുഴപ്പമില്ല. അതോ കുടിച്ചോട്ടെ എന്നാ. മധുരമില്ല. അമ്മ എനിക്ക് ശകലം മധുരം. പറ, എന്നിട്ട് നീ എന്ത് വിശേഷം പറ കുഞ്ഞാ. ഞാൻ പറയാം, നിങ്ങൾ പഴയ കുറച്ച് കഥ പറഞ്ഞ ഞാനൊന്നും എടുക്കട്ടെ. എന്തെങ്കിലും നിങ്ങളുടെ വല്ല കുൽസിതം വേണ്ട, അല്ലാത്ത മതി. നിങ്ങൾ പണ്ട് ഒരു പോലീസുകാരനെ ചേസ് ചെയ്തു പോയ കഥയില്ലേ, അതൊന്ന് പറഞ്ഞു. സാരമില്ല, രസമല്ലേ. അമ്മ നീ പറഞ്ഞാ മതി. നീ പറഞ്ഞ നമ്മൾ എന്താ കുഞ്ഞാ ആസ്വദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇച്ചിരി തുടക്കം തൊട്ട് പറയൂ. ഞങ്ങളിങ്ങനെ അച്ഛന് ഡയാലിസിസ് മെഡിസിൻ വാങ്ങാൻ വേണ്ടി കോഴിക്കോട് പോയി തിരിച്ചു വരുമ്പോ വടകര ബ്ലോക്കിൽ നിന്ന് നോക്കുമ്പോ പോലീസ് ജീപ്പിൽ ഒരു സുന്ദരനായ ഒരു പോലീസുകാരൻ. അപ്പൊ അയാളെ കണ്ടപ്പോ ഞാൻ പറഞ്ഞ കുഞ്ഞാ ഒന്നും ഞാൻ അയാളെ മര്യാദക്ക് 2 വീലറല്ലേ? അല്ല, കാറല്ല, ഞങ്ങള് കാറയല്ലേ, അവര് ജീപ്പിലിരിക്കുന്നത്. അപ്പൊ ഇവൻ എന്റെ ആത്മാർത്ഥതയുള്ള എന്റെ സഹോദരൻ എനിക്ക് കാണിക്കാൻ വേണ്ടി സ്പീഡിൽ പോകുന്നു, നിർത്തി തരുന്നു. ഞങ്ങൾ ആസ്വദിച്ചു തിരിച്ചു അങ്ങനെ തന്നെ ഇവരെ ഞാൻ ഇവനെ നല്ല പിള്ളേരെ കണ്ട കുഞ്ഞാ നോക്ക് കുഞ്ഞാന്ന് ഞാൻ പറഞ്ഞു. അമ്മക്കൊന്ന് കാണട്ടെ, നല്ല പെൺപിള്ളേരെ കണ്ടാ നോക്കുന്ന കുഞ്ഞാണ്. ഓ, നമ്മൾ നല്ല നീ അപ്പൊ എത്തേണ്ടടത്ത് വന്നു, കോഴി ഫാമിൽ തന്നെ എത്തി. സോറി, അത് കോഴിയല്ലേ, നമ്മളെ മറ്റൊരാളുടെ സൗന്ദര്യത്തെ നമ്മൾ പ്രശംസിക്കുന്നു. ഇവൻ നേരത്തെ എല്ലാ പെണ്ണുങ്ങളും ചിരിച്ചു കാണിക്കുമായിരുന്നു. നമ്മൾ ആൺപിള്ളേരാണെങ്കിലും നല്ല ഇല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. ഈ നേരത്തെ ഇവനെ ഡ്രൈവറായിട്ട് അപ്പോയിന്റ് ചെയ്തില്ലേ, അന്നേരം ഇങ്ങനെ പെൺപിള്ളേരൊക്കെ പോകുമ്പോൾ വണ്ടി സ്ലോ ആക്കി ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചു കാണിക്കും. അപ്പൊ എന്നോട് പറയാം, ആ കാണുന്നവർക്ക്, നോക്കുന്നവരില്ലേ, അവർക്കൊരു സന്തോഷം, അവരുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ അവരും കണ്ടില്ലേ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഇതെല്ലാം, ഈ സ്വഭാവം എല്ലാം ഞാനുണ്ടല്ലോ ഇപ്പുറത്തിരുന്ന് കേട്ട് പഠിച്ചു. ഇവനെ ഞാൻ അനലൈസ് ചെയ്തു. അതുകൊണ്ട് ഇപ്പം ഞാൻ കാണാണ്ട് നോക്കിയെങ്കിലേ ഉള്ളൂ, കണ്ടു നോക്കൂല. ബുദ്ധിപരമായിട്ട് നോക്കാൻ ഇവനറിയാം. ഇപ്പൊ ഉണ്ണിയച്ഛൻ കൂടെ എക്സ്പേർട്ടാ. ഞാൻ മാറി നോക്കുമ്പോണ്ടോ രണ്ടും നോക്കുന്നത്, ഞാൻ 2 കണ്ടും ബുദ്ധിമുട്ടിക്കും. ഇപ്പൊ വരും 2 കാമുകിമാരിത് കാണും. അതെ, കുടുംബജീവിതം തകർക്കാം. പിന്നെ പറയൂ, നിങ്ങളുടെ പഴയ ഞങ്ങൾ സമാധാനപരമായി ജീവിക്കുമ്പോൾ ഒരു ഇടുത്തി വന്നു. ആ ഇടുത്തി ഞാൻ ഇപ്പുറത്തുനിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. മറ്റേ അമ്മയുടെ മോളാണ്, അമ്മയുടെ മോളാണിത്. കുത്തങ്ങോട്ട് എന്റെ വീട്ടിൽ ചേച്ചി ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ എന്താക്കി, അയ്യോ എനിക്ക് വയ്യ, പറയാൻ വയ്യ. എന്നിട്ട് ഇവിടെ ഞാൻ മുകളിലത്തെ ബാൽക്കണിയിൽ തുറന്നു വിട്ട് ഞാനല്ല, അക്കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അക്കൂടെയുള്ള സമയത്ത് ഇത് തുറന്നു വിട്ടിട്ട് ഞാൻ വന്നിട്ട് നോക്കും ഇവളെ കാണുന്നില്ല. പുഴയിലേക്ക് ചാടിയോ അല്ലെങ്കിൽ എവിടുത്തെ ചാടിയോ ഒന്നും അറിയില്ല. രാത്രി 10 മണിയോ, ഇവളെ എവിടെ പോയി തപ്പണം എന്നറിയില്ല. ഞാൻ അമ്മേനോട് ചോദിച്ച് എനിക്കാകെ കരച്ചിലും വരുന്നു. ഞാൻ വെച്ച് പോയി, എൻ്റെ മോള് പോയി പുഴയിൽ ഒഴുകിപ്പോയി, എത്രയോ വിളിച്ച് അനങ്ങുന്നില്ല. അല്ലെങ്കിൽ ഇവള് കുരക്കൊന്നും ചെയ്യലെന്ന് വെച്ച് തപ്പിയിട്ട് ഒന്നും കാണുന്നില്ല. പുറത്തിറങ്ങി നോക്കി, റോഡ് സൈഡിൽ നോക്കി, ഒന്നും കാണുന്നില്ല. അവസാനം ഞാൻ എല്ലാം കഴിഞ്ഞ് എനിക്ക് കരച്ചിൽ വന്ന് ഞാൻ കരഞ്ഞ് മുകളിലിരിക്കുമ്പോൾ കാണാൻ മറ്റേ കിളിക്കത്തിൽ രേവതി മറ്റേ തട്ടുംപുറത്ത് നിന്ന് എത്തി നോക്കുന്നത്. ഏറ്റവും മുകളിലെന്ന്, അതായത് ആ കമ്പിപ്പടീന്റെ ഒരു സൈഡിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴാണ് ഈ തല ഇങ്ങനെ എത്തി നോക്കുന്നത്. ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ടൊന്നും ഇവളെ ഇറങ്ങി വരുന്നില്ല. നോക്കുമ്പോ ഇവളെ പിന്നെ കിട്ടി, സന്തോഷമായി. ഓളെ അതിന്റെ ഒക്കെ ഇറങ്ങാൻ പറ്റുന്നില്ല. കയറാൻ എന്തോ ഭാഗ്യത്തിന് കയറിയതാന്ന് തോന്നുന്നു. സ്റ്റെപ്പിൽ ഇറങ്ങാൻ പറ്റായിട്ട് ഞാൻ എടുത്തു കൊണ്ടുവന്ന് ആടെ കെട്ടി. പിന്നെ അയാളോട് കെട്ടിയിടണ്ട, ആടെ നിന്നോട്ടെ എന്ന് വെച്ചിട്ട് ആടെ നിർത്തി തിരിച്ചു വരുമ്പോൾ വീണ്ടും ഈ ജന്തുവിനെ കാണുന്നില്ല. നല്ല മഴ പെയ്തപ്പോൾ വീണ്ടും കയറിപ്പോയി. പിന്നെ സ്ഥലം മനസ്സിലായല്ലോ. പിന്നെയും ഞാൻ എടുക്കാൻ പോയപ്പോൾ നല്ല മഴ പെയ്ത് സ്റ്റെപ്പ് മൊത്തം നനഞ്ഞിരിക്കുന്നു. ഞാൻ 5ാമത്തെ സ്റ്റെപ്പ് ഒന്ന് പടോന്ന് പറഞ്ഞ് ഇതിനെടുത്ത് നിലത്ത് മേരാ ഹോഗൈ പോച്ച് കഥം പോകയാ. ഇരിക്കുന്ന ഇരുത്തം നോക്കി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്
എന്റെ ജാനു ഇതിലല്ല എന്തോ ബെറ്റർ എന്റെ കോക്കോ പാവേണ് ഞാൻ. അത് പണ്ട് ഇപ്പൊ അങ്ങനെ അങ്ങനെയല്ല. അങ്ങനെ നിൽക്കും. ഇപ്പൊ അങ്ങനെ നിങ്ങളെ കയ്യിൽ കിട്ടിയോ? അല്ല സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ മുഖത്തെ മുടിയൊക്കെ കിട്ടുമ്പോൾ നേരത്തെ വരണ്ടിരിക്കുമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല, അവള് സമ്മതിക്കത്തില്ല, വിളഞ്ഞ സാധനമാണ്. അമ്മ എനിക്ക് മതിയായി ഇവിടെ കൊണ്ട്. പക്ഷെ ഞാൻ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നില്ല പെറ്റ്സി, അവിടുത്തെ അവർ പറയും ജാനുവിനെ പോലെ ഒരെണ്ണത്തിനെ ഇതുവരെ അത്രയും മനസാക്ഷിയില്ലാത്ത ഒന്നിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ ഉണ്ടായതിൽ ഏറ്റവും സുന്ദരി ജാനു. ആ ജാനു അത് കുഞ്ഞിലെ മുടിയൊക്കെ കെട്ടിയേക്കോ നല്ല ഇപ്പോഴും മുടി വളർത്തി കെട്ടിയേച്ചാൽ അവള് സുന്ദരിയാണ്. പക്ഷെ വളർത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ചീകി ഡെയിലി കൊടുക്കാനേ. ഉമ്മച്ചൻ അതുപോലെ സുന്ദരനാണ്, അവന്റെ വാല് നല്ല ഭംഗിയാണ്. അച്ചുവാണല്ലോ പ്രസവത്തിൽ അറ്റാച്ച്മെന്റ് ഇല്ല ആ കുട്ടികളോട്. പക്ഷെ ജാനുവിന്റെയും കൊക്കോന്റെ അങ്ങനെയല്ല, എന്റെ കൈവെള്ളയിലിട്ട് 45 ദിവസം കൊഞ്ചിച്ചിട്ടാണ് ഈ സാധനത്തെ ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. ഈ ബോക്സുകളിൽ കാണുന്നതാണ് പൊളിച്ചു വെച്ച വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക് മുതലായ സാധന സാമഗ്രികൾ. അപ്പോൾ കുഞ്ഞാവ കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇടാം, അതേ നടക്കും. പ്രൊഫഷണൽ കുക്കിന്റെ മുഖമാണ് എന്റെ കൊച്ചു. ദിവസവും ഈ ബീഫും ചിക്കനും തന്നെ ഉണ്ടാക്കിയുണ്ട്. അങ്ങനെയൊക്കെ പഠിപ്പിച്ചതാണ്, ട്രെയിൻ ചെയ്തെടുത്തതാ. ഇവിടെ ഇത്ര ലൈറ്റ് ഉള്ളൂ, ലൈറ്റ് ഇത്ര ഉള്ളൂ ഇവിടെ. കുടി ഇതിനകത്ത് ഇവിടെ ലൈറ്റ് ഉണ്ടോ? കുഞ്ഞുകുഞ്ഞാന്നാ പകർന്നു തരും. ഇനിയിപ്പോ വയനാട്ടേക്ക് പോകുന്നു ഗായ്സ്. പക്ഷെ അത്യാവശ്യമായിട്ട് ചെറുതോടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ഷീരകർഷക മാത്രമല്ല, ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. റൈസ് കുക്കർ പേടിക്കണ്ട, എന്തായാലും പോയിട്ട് ഇഞ്ചക്ഷൻ കൊണ്ട് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ, ഇഞ്ചക്ഷൻ്റെത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ്സിനുള്ള 14 ദിവസം തിരിച്ചു വിടുമല്ലോ. അത് കഴിഞ്ഞിട്ട് വരണമല്ലോ. അന്നേരം സത്യം പറഞ്ഞാല് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി അല്ല, നമുക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ നേർച്ച ഉണ്ടെന്നറിയാമോ? മുസ്ലിം പള്ളിയിലുള്ള നേർച്ച, ക്രിസ്ത്യൻ പള്ളിയിലുള്ള നേർച്ച, അമ്പലങ്ങളിലുള്ള നേർച്ച, അതായത് ഗുരുവായൂര്, ആറന്മുള അമ്പലം, അങ്ങനെയുള്ള അമ്പലം, ഒരുമാതിരി മറ്റേ കൃപാസന മാതാവിന്, ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല, നമ്മളെ ഇഷ്ടപ്പെട്ടവർ നേർച്ച നടത്തുന്നതും വിളിച്ചെപ്പോഴും പറയും. ഒരുപാട് ഇത് എന്തോ ഒരു തുലാഭാരം വരെ വെച്ചിട്ടുണ്ട്. നടക്കട്ടെ. അങ്ങനെ ഇത്രയും പേര് പ്രാർത്ഥിക്കാനുള്ളപ്പോൾ ഉണ്ടാവാണ്ട് പിന്നെ അവിടെ ഉണ്ടാവും. നിങ്ങളെപ്പോലത്തെ ഒരു കുഞ്ഞാവയുടെ സ്വഭാവ ശാന്തതയുള്ള നിങ്ങളെ കുഞ്ഞാവോട്ട് മിണ്ടാണ്ടിരിക്കുന്ന കുഞ്ഞായിരിക്കും. എനിക്ക് അലമ്പ് പിള്ളേരെ ഇഷ്ടം. തരത്തിലാകുമ്പോ കുഞ്ഞാവ് മിണ്ടും. തരത്തിൽ എന്നോട് നല്ലോണം. അത് പിന്നെ നിങ്ങൾ മിണ്ടണല്ലോ, ഭാര്യ മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? മിണ്ടാണ്ടിരുന്നാൽ ഒരു കുടുംബ ബന്ധത്തിൽ ഒരാളും മിണ്ടാണ്ടിരുന്നോ നല്ലതാന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവനെ എന്തൊക്കെ സഹിക്കുകയാണോ. ഞാൻ അമ്മൂനോട്, അമ്മൂന്റെ അമ്മേന്റെ അടുത്ത് ചോദിച്ചു, അമ്മു വഴക്കുണ്ടാക്കാറുണ്ടോ അമ്മ ഇപ്പോഴാണ്? അമ്മേനെ പറഞ്ഞു ഞാനങ്ങ് മിണ്ടാതിരിക്കും. ഒരാൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം കളിച്ചിട്ടൊക്കെ നിർത്തിക്കോളൂ. അബ്ബ ഒപ്പിച്ചൊക്കെ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് കിളക്കി വരും. പിന്നെ അങ്ങോട്ടും കൂടെ സോൾവ് ചെയ്ത് തീർക്കും. ഞാൻ എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെന്ന്. എനിക്ക് ഈ പരിപാടി തീരെ വശമില്ല. കപ്പയാ? കപ്പ മുറിക്കുന്നു. കുഞ്ഞാക്ക് വിഷമം. എനിക്ക് കപ്പ മുറിക്കാൻ അറിയില്ല. അങ്ങനെ കൊത്തി പഠിക്കൂ, മോള് പഠിക്കൂ. അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ അടി. ഇത്രയും വലിയ പ്രശ്നം. അങ്ങനെയല്ല മുറിച്ചോണ്ടിരിക്കും ഇങ്ങനെ. എല്ലാം പഠിപ്പിക്കാൻ ചേച്ചി തന്നെ വേണം. ഇതറിയില്ല, തേങ്ങ വെട്ടുന്ന അറിയില്ല. ചുറ്റിച്ച് എളുപ്പമല്ലേ? നടുക്കത്തെ 4 മാത്രം സെപ്പറേറ്റ് കിട്ടും ലാസ്റ്റ്. അങ്ങനെ കിട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല, 4 കിടന്നോട്ടെ. കുറച്ചും കൂടെ വീതിക്ക് വെട്ടി ഉള്ളിലോട്ട്. കുഞ്ഞാ വേണ്ട കണ്ടോ, ഇച്ചിരി വലുതായെന്നൊന്നും പറഞ്ഞൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇടിച്ചിട്ടോ ഒന്ന് കപ്പ ബിരിയാണി കാണിച്ചു കൊടുത്ത് മൊത്തം ഞാൻ തന്നെ ചെയ്തു. അതെ, അങ്ങനെ വേണം. പക്ഷെ അവൻ വിട്ടതിനൊരു തഞ്ചത്തും താളത്തിലൊക്കെ ആയിരുന്നു. എനിക്ക് താളബോധം ഇത്തിരി കുറവാണ്. കണ്ടോ, അതെല്ലാം മല്ലിപ്പൊടി. ഇതാ ഇവിടെ ഒരു സാധനം എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ കുറേ കുപ്പികൾ കൂടുതൽ. ഇത് ചെറുതാക്കണ കപ്പയോ? വേണ്ട, ചെറുതാക്കണ്ട. വെള്ളം വെക്കണോ? കുക്കറിൽ വെക്കാനാ? കുക്കറിൽ ഇതിൽ വെച്ചടച്ചാൽ മതിയാ? ചെറുതിൽ വെക്കണം. എന്തിനു വെച്ചാലും കുഴപ്പമില്ല, നല്ലോണം പെട്ടെന്ന് വേഗം കുക്കറാണെങ്കിൽ 1 വിസിലടിച്ചാൽ മതി.
ഇഞ്ചിയൊക്കെ എടുത്തു കഴിഞ്ഞോ? പച്ചമുളക് വേണോ? പേര് മാറ്റിയാ ആ ഇല്ല, ഗോഡ് ഫാദർ സിനിമയിലില്ലേ തുടക്കത്തില് കടപ്പുറം കാർത്തിയായി ഭർത്താവിനെ പിടിച്ചു വെച്ചേക്കാണ്. അല്ല എന്റെ അല്ല, അവന്റെ കഴുകാം കേട്ടോ. പരസ്പരം കഴുകണം. അങ്ങനെയാ പരസ്പരം എന്റെ കുഞ്ഞാവാ ഇരിക്കണ്ട. ഇല്ല ഞാൻ പണ്ടേ ട്രെയിനിങ് കൊടുക്കും. അതെ, അതുകൊണ്ട് സത്യം കേട്ടോ, കുറെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. തെറിക്കും കൈ ഇങ്ങനെ വെച്ചോണ്ടേ കുരുമുളക് പൊടിക്കാവോ? മുറുക്ക് തിന്നോട്ടെ. ഉപ്പും മണ്ണിലോട്ടല്ലേ കഴിക്കണ്ടേ? കാലൊന്നും ഡോക്ടറെ കാണിക്കത്തില്ലായിരുന്നോ? വിറ്റാമിൻ ഡി എന്നും പറഞ്ഞിരിക്കുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല വിറ്റാമിൻ ഡിയുടെ മാത്രമാണ്. ഡയബറ്റിക്സ് മറ്റേ ബോർഡറാ ആയിട്ടില്ല, പക്ഷെ ആവാനുള്ള വളരെയധികം സാധ്യത കാണുന്നുണ്ട്. കേളല്ലേ, അച്ഛന് ഷുഗർ ഉള്ളത് കൊണ്ട് പാരമ്പര്യല്ലേ. സുലഭന്റെ എല്ലാം നോർമലായ അതൊരു സാധനം കഴിച്ചോണ്ട് ഷുഗർ കഴിച്ചോ. എന്നാലും നമ്മള് ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ അതിൽ മാറ്റം വരില്ലേ? നന്നായിട്ട് കുറഞ്ഞു, ആ തീർപ്പങ്ങ് കുറഞ്ഞു. 5 കിലോ കുറഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാം കണ്ടു. ഇതിനകത്ത് തിളക്കാച്ചി ഉണ്ട്, തിളക്കാച്ചി. ഇനിയിപ്പോ അത് പോകും. ഇപ്പൊ വേണ്ട, എന്റെ മറ്റേ പൂക്കി എന്റെ ഉണ്ട്. ഞാൻ വിളിച്ചോട്ടെ. അയാൾ 8 മണിക്ക് കൂട്ടിയിട്ടുണ്ടാവില്ലേ? കൂട്ടലില്ല, കാല് ചൂട് വെച്ച് തരണോ? ചൂടൊന്നും വെക്കണ്ട, നാളെ കൊണ്ടേ കാണിക്കാം. എന്റെ കൂടെ പോരാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഉച്ചക്ക് പോകാൻ പറ്റില്ല, രാവിലെ പോകണം. ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, എന്നും ഒരേ ടൈമിലാണ് ഇഞ്ചക്ഷൻ ചെയ്യണ്ടേ. അയാൾ 8 മണിക്ക് വരും. പാട്ട് പാടുക എന്താ നീ? എന്റെ ഭാവിയിൽ എടുക്കാൻ പോകുന്ന യൂട്യൂബ് അമ്മൂസ് ലിറ്റിൽ തിങ്സാ വരും. അതെ, അമ്മൂനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. 3 വർഷമായി ഇപ്പോൾ. ഇങ്ങോട്ട് വാ. ഹലോ. അപ്പം നമ്മുടെ 2 കുട്ടികളും കൂടെ വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ കുട്ടികളാ കൂടെ ചേട്ടൻ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ഫുഡ് ആയിനാന്നോ ഇപ്പം ആകുമായിരിക്കേ. ആ ഉണ്ണിയെ കൊണ്ട് ഉള്ളിയിരിക്കേ കഴിഞ്ഞല്ല. അച്ചു ബാ, എനിക്ക് കുറച്ച് ഉപദേശിക്കാനുണ്ട്. വാ. കപ്പ തിളയ്ക്കുന്നു, ബീഫ് ആകുന്നു. അമ്മൂന്റെ സാധാ സാമഗ്രികൾ. എടാ പോടാ, തേങ്ങ കൊത്തിട്ട ബീഫ് എന്ന് പറയല്ലേ. റാന്തൽ വിളക്കോ? കപ്പ ഏകദേശമായി. തേങ്ങ അതിന്റെ പുറത്ത് ഇങ്ങനെ വറുത്തിടാൻ വേണ്ടിയിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നു. ബീഫും ആയിട്ടുണ്ട്. നീ ലോല ഹൃദയനല്ല, നീ ഇതാണോ ലോല ഹൃദയം? നീ ഇത് വഴട്ടിയാക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുളിക്കട്ടെ കുഞ്ഞാ. ലാസ്റ്റ് മിക്സിങ് കഴിഞ്ഞിട്ട് ഇനി കഴിക്കുമ്പോൾ കാണാം കേട്ടോ. പോയി കുളിക്കട്ടെ, ചൂട് സഹിക്കാൻ വയ്യ. ഞാൻ വേർക്കുന്ന നോക്ക്, ഞാൻ കിടന്ന് വേർക്കുക. തൽക്കാലം ഒന്ന് പോട്ടെ. ഹായ്, ചേട്ടനും അനിയനും പാചകം. കുക്കിംഗ് ആയിക്കോട്ടെ. കണ്ണാപ്പി ഇപ്പം ഇതെല്ലാം കാണുന്നുണ്ട്. എരി ഒത്തിരി വേണ്ട കുഞ്ഞാ. അറിയാവുന്ന അമ്മമാരെ വേണമെങ്കിൽ അച്ഛനെ
പാചകം അറിയാവുന്ന കാമുകനെ വേണമെങ്കിൽ അച്ഛന് ഇൻസ്റ്റാ ഐഡി ഇൻസ്റ്റ ഐഡി പറഞ്ഞു കൊടുത്തരേ. ആ ഇൻസ്റ്റാ ഐഡി പറയടാ. ഐഡി പറഞ്ഞു. എന്തിനേ? പാചകം അറിയുന്ന കാമുകനല്ല, എന്നാലും പോട്ടെ. ഉഷമ്മയെ പോലെ നല്ലൊരു അമ്മായിയമ്മയെ കിട്ടാൻ ഒന്നും വേണ്ട. ദേ നല്ലൊരു സുഹൃത്തായിട്ട് കൂടെ കൂട്ടാം, ഒരു സഹോദരനായിട്ട് കണ്ടാ മതി. ഇൻസ്റ്റ ഐഡി പറയടാ. സഹോദരനായിട്ട് കാണാനാണ് ഇൻസ്റ്റ ഐഡി പറയടാ. ഞാൻ പ്രൈവറ്റ് പോടാ അവിടുന്ന്. സഹോദരനാണെങ്കിൽ വേണ്ട. ഉണ്ണി നീ പറയുന്നോ ഇൻസ്റ്റ ഐഡി? ഇൻസ്റ്റ യൂസ് ചെയ്യാറില്ല. ഐ എന്ത് സാധനമാണ്? ചേട്ടൻ അനിയന് പകർന്നു കൊടുക്കുക അറിവുകൾ. അതെ. ഇച്ചിരി വേവ് കൂടി പോയോ? വേവൊന്നും കൂടിയിട്ടില്ല തോന്നുന്നു. വെന്തോന്ന് ആദ്യം നോക്ക്. വെന്തതാ ഇതിനൊക്കെ വിട്ടു തുടങ്ങി. ഇതിനേ വേവ് കുറവാണ്. ഒരു പീസ് വേണമെന്ന് നോക്ക്. ആ ഇതിലൊക്കെ നമുക്ക് പറ്റത്തില്ല. കലത്തിലോട്ട് മാറ്റി. അല്ല ബീഫ് ഇതിനകത്ത് പറ്റും. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അങ്ങനെ വഴറ്റുണ്ടായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഇതിനകത്ത് പുറത്ത് വെച്ച് വഴട്ട് എന്നിട്ട് ബീഫ് വേണം അതിനകത്തിട്ടൊന്ന് വഴറ്റിയിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ടും കപ്പയ്ക്കകത്തോട്ട് മാറ്റിയാൽ പോരെ? ബീഫ് ആദ്യം ഇതിൽ മിക്സ് ആവട്ടെ. കളിക്കുന്നു. കൈ കൊണ്ട് തട്ടിക്കൂടെ ചൂടില്ല. കപ്പ ഇളക്കിയിട്ട ഇതിലിട്ട് മിക്സ് ആക്കിയിട്ട് അതിനകത്തോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. കൈ കൊണ്ട് ഇട്ടോടാ, ചൂടില്ലടാ. ജസ്റ്റ് ഇതൊന്ന് കഴുകിക്ക്, എന്നിട്ട് അതിനകത്തങ്ങ് വെച്ചേക്കാം. അല്ല ആ പാത്രം കൂടെ പിന്നെ കഴുകേണ്ടി വരും. ഇനി ഈ ഉള്ളിക്കകത്ത് ഉള്ളതേ ഉള്ളൂ. നെഞ്ച് കിട്ടാൻ ഇത് വേറെ സാധനം താഴേക്കില്ലായിരുന്നോ? കുടുംബിനിയായ ചേച്ചി. അപ്പൊ കോപ്പിറൈറ്റ് കിട്ടും. അതെ. വന്ന് അടിച്ചു പറ്റ വന്ന് എന്താ 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 ആരാധകരെ കൊണ്ട് ശല്യമായിരിക്കും. അമ്മൂനൊന്ന് കണ്ടുപിടിക്കോ ഒന്നുകൂട്ടാ. അടിപൊളി. സ്പൂണ് വേണം. ഈ സാലഡും കൂടെ കൂട്ടി കഴിച്ചു നോക്കാം. അതൊരു സ്പൂൺ ഇങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കുക. ഇടുള്ളല്ലേ അനുകുട്ടി? ശകലം കപ്പ ബിരിയാണി എടുത്തോ. ഇത്തിരി ടേസ്റ്റ് നോക്കി നോക്ക്, കുഴപ്പം വരില്ല. ഗ്യാസാണെങ്കിൽ ഗ്യാസിൻ്റെ മരുന്ന് തരുന്നതായിരിക്കും. ഇതിൽ നിന്ന് ഒരു സ്പൂൺ കഴിച്ചു നോക്ക്. ഇതെങ്ങനെ പറയുമ്പോൾ ഇത് ഒരു സ്പൂൺ എടുത്ത് കഴിക്കുക, എന്നിട്ട് ശകലം തൈര് അതിൻ്റെ കൂടെ കുടിക്കുക. എൻ്റെ മോളെ നീ കൈ വെച്ചങ്ങ് എടുത്തോ. നിന്റെ വായിൽ കൊള്ളുന്നത്ര എടുത്താൽ മതി. ഇനി തൈര് കുടിക്കുക, അതാണ് അതിന്റെ കോമ്പിനേഷൻ. ഇതാ അതിന്റെ കോമ്പിനേഷൻ. ഇത് കുടി. എല്ലാം മനസ്സിലായെന്ന്. ഓള് കഴിക്കത്തില്ല, ഇത് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ആണോ?
വേണ്ടത്. നല്ല സാധനം അലർജിയാ. അക്കുന് പൈനാപ്പിള് കൊഞ്ചോ ഈ കട്ടൻ ചായ ഇടുന്ന കുഞ്ഞാവ. കട്ടൻ ചായയും കൂടെ വരുമ്പോൾ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാം വലുതാ. ശാലം കൂടെ കഴിച്ചോ? ഗ്യാസിന്റെ മരുന്നുണ്ട്, സൊല്യൂഷൻ ഉണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ. ആ അങ്ങനെ പറ. ഇത് തൈര് എടുക്കും കുട്ടി. തൈരാണ് അതിന്റെ കോമ്പിനേഷൻ. പിന്നെ കൈ കൂടെ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്രൂവ് രീതിയിലായോ നോക്കട്ടെ. സ്പൂണ് കാണാം. അച്ചു വേറെ സ്പൂൺ എടുത്തിട്ട് വാ. ആ അയ്യോ കുഞ്ഞാ നല്ല രസമുണ്ട്. കുഞ്ഞാ വിജയിച്ചിരിക്കുന്ന. ഇനി ആ കട്ടൻ ചായ വരുമ്പോ അടിപൊളിയാവും. കട്ടൻ ചായ കട്ടൻ ചായ ഇപ്പൊ വരും. പുതിന ചായ, മിന്റ് ടീ കുഞ്ഞാവന്റെ. അമ്മ എങ്ങനെയുണ്ട്? അതോടെ വരുമ്പോ സൂപ്പറാ. ഇതല്ലേ ഞാൻ എടുത്തേക്കുന്നേ. ഞാൻ വെച്ചത് എന്നെ കളി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കുഞ്ഞാ. സൂപ്പറായി. ഒരു ലൈം ടീ തോന്നുന്നു. അത് ലൈം ടീ അല്ലടാ, മിന്റ് ടീ ആണല്ലോ. അത് കുഞ്ഞാവ് ഇട്ടോണ്ടിരിക്കുക. ആ ലൈം ടീ ആകുമ്പോൾ വേണ്ട. മിന്റ് ടീ ആണ് അതിന്റെ സെറ്റ്. സൂപ്പറായി കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ. അതെന്നും ഉള്ളൊരു ഷെയറാണത്. അമ്മ എപ്പോൾ കഴിച്ചാലും അവന് ഒരു രൂപ കൊടുക്കും. എനിക്കും തരും. എനിക്കുണ്ടായോ? പോയാ ഉണ്ണി? എല്ലാവർക്കും പുതിന ചായ. പെർഫെക്റ്റ് കുഞ്ഞാ, പെർഫെക്റ്റ്. ഫ്രഷ് ആയിട്ടുള്ള മിന്റ് ലീവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അമ്മ കട്ടൻ ചായ വേണോ? താങ്ക് യു. കഴിക്ക് ചേട്ടാ, കഴിക്ക്. വാരി തരണോ? കപ്പയ്ക്ക് വേറെ സാധനം കാണണോ? നിന്റെ കൈയൊന്ന് കാണിച്ചേ. യമുന റാണിയുടെ ചുണ്ട് ഇങ്ങനെയല്ല അമ്മോ. യമുന റാണിയുടെ ചുണ്ട് ഇങ്ങനെയല്ല, ഇത് വേറെ ഏതോ. അത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, രാവിലത്തെ പണിയാ എൻ്റെ. എന്നോട് ആശുപത്രിയിൽ ചേർന്ന് ലിപ്സ്റ്റിക്ക് കൂടുതലാന്ന് ഞാൻ കുറച്ചതാ.